പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ഉഷ എൻ നായർ അവറുകൾ, അതുപോലെ തന്നെ SMSC ചെയർമാൻ MPTA HM ഇൻചാർജുള്ള ജിഷ സി ജേക്കബ് തുടങ്ങിയിട്ടുള്ള വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, അതിലേറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ പൂർത്തീകരിച്ചത് അല്ലേ. നമ്മുടെ സാംസ്കാരിക രംഗത്ത് വിദ്യാലയങ്ങളിൽ വളരെയേറെ പ്രോത്സാഹനം കിട്ടാറുണ്ട്. പാട്ടായാലും ഡാൻസ് ആയാലും നാടകമായാലും അഭിനയമൊക്കെ ആയാലും മിമിക്രി ആയാലും ഒരുപാട് പ്രോത്സാഹനവും കലോത്സവങ്ങളിൽ പങ്കെടുക്കാനൊക്കെയുള്ള വേദികൾ നമ്മുടെ സ്കൂളിൽ തന്നെ നമുക്ക് തുറന്നു തരാറുണ്ട്. സാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തുന്ന പോലെ അതോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടുന്ന മറ്റൊന്നാണ് കായിക ശേഷി എന്ന് പറയുന്നത് അല്ലേ. ഫുട്ബോൾ കളിക്കാൻ അറിയുന്ന, നന്നായിട്ട് ഓടി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ അറിയുന്ന, ചാടാനും ഓടാനും ഫുട്ബോൾ കളിക്കാനും വോളിബോൾ കളിക്കാനും ഷട്ടിൽ കളിക്കാനും അറിയുന്ന മിടുക്കന്മാരും മിടുക്കികളും ഓരോ സ്കൂളിൻ്റെ വരാന്തകളിലൂടെ ജനിച്ചു വളർന്ന് വലുതാവുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ തിരിച്ചറിയുന്നതിലൊക്കെയും പിറകോട്ട് വളരെയേറെ ശേഷിയുള്ള വിദ്യാർത്ഥികളായിട്ട് പോലും പഠനം അല്ലെ, ക്ലാസ് മുറിയിലെ പഠനത്തിന് പ്രാധാന്യം കൊടുത്ത് കായിക, പക്ഷെ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ ഓരോ PT പീരീഡും അത് PTക്ക് തന്നെ നൽകാൻ നിർബന്ധിക്കുന്ന PT മാഷും അവിടുത്തെ അധ്യാപകരും മറ്റധ്യാപകരുമുള്ള ഒരു സ്കൂളുകളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു കാലഘട്ടത്തിൽ പാടാൻ അറിയുന്നവനെ, ഡാൻസ് കളിക്കാൻ അറിയുന്നവനെ, പഠനത്തിൽ ഏറ്റവും നന്നായി പഠിച്ച് 100 മാർക്ക് വാങ്ങിക്കുന്നവനെ മാത്രം പ്രോത്സാഹിപ്പിച്ചതിൽ നിന്നും ഓടി ജില്ലയിലും സംസ്ഥാനത്തിലും ദേശീയ തലത്തിലും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സ്കൂളുകളിൽ നടത്തിക്കാനും അത് ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്ത് അത് പിന്നീട് കുട്ടികളുടെ കായിക ശേഷിയുള്ള കുട്ടികളെ വളർത്തിയെടുക്കാനും ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ ഓരോ വിദ്യാലയവും മുന്നിട്ട് തന്നെ നിൽക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്.